കൊല്ലം വേളമാനൂരിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവാവിന്റെ ആത്മഹത്യയിൽ ദുരൂഹത. മുതുപുറത്തുമുകൾ സ്വദേശി 21-കാരനായ ആദിത്യനാണ് കഴിഞ്ഞ 23-ന് ആത്മഹത്യ ചെയ്തത്. CIT നേതാവിന്റെ മർദ്ദനത്തെയും ഭീഷണിയെയും തുടർന്ന് യുവാവ് മനംനൊന്ത് ജീവനൊടുക്കിയതായാണ് കുടുംബത്തിന്റെ പരാതി. ഇക്കഴിഞ്ഞ 23-ന് മുതുപുറത്തുമുകളിലെ വീട്ടിലാണ് ആദിത്യൻ ആത്മഹത്യ ചെയ്തത്. മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. ഹിറ്റാച്ചി ഓപ്പറേറ്ററായിരുന്ന ആദിത്യന് മുതലാളിയായ CITU നേതാവിന്റെ മർദ്ദനമേറ്റതായാണ് പരാതി. 20-ാം തീയതി പള്ളിക്കലിൽ ജോലിക്ക് പോയ ആദിത്യൻ തകരാറിലായ ഹിറ്റാച്ചി ഓടിക്കില്ലെന്ന് മുതലാളിയായ ജാഫറിനോട് പറഞ്ഞു. തുടർന്നുണ്ടായ തർക്കത്തിനു പിന്നാലെ ജോലി സ്ഥലത്തു നിന്നും യുവാവിനെ കാറിൽ കയറ്റി മറ്റൊരിടത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതായി കുടുംബം ആരോപിക്കുന്നു. തന്നെ മർദ്ദിച്ച വിവരം ആദിത്യൻ സഹോദരനോട് പറഞ്ഞിരുന്നു. തുടർന്ന് പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ സഹോദരനൊപ്പമെത്തി പരാതി നൽകി. എന്നാൽ പലതവണ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും നടപടിയുണ്ടായില്ല. പെരുവാന്തിയാണ് ജോലിക്ക് പോണത്. ഞാൻ പെരുവാന്തി പോകുമ്പോഴത്തേക്ക് അന്ന് ഈ പറയുന്ന ജാഫർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്, കുക്കു എന്നാണ് പുള്ളിയെ വിളിക്കുന്നത് അവിടെ. അപ്പോൾ പുള്ളിയാണ് എൻ്റെ അനിയനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ മിഷൻ അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോഴത്തേക്ക് എന്തോ തകരാറുള്ളതുകൊണ്ട് അത് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ അപ്പോൾ അത് ഒക്കത്തില്ല, അത് വണ്ടി വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്തൊക്കെ സംസാരമൊക്കെ ആയി. അവനെ അവിടെ നിന്ന് വെച്ച് അവിടെ നിന്ന് അവനടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് അവനെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചത്. അതിനുശേഷം തിരിച്ചു ജോലിക്ക് നിൽക്കുന്നില്ല, തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി തന്നെ അവനെ ബലമായിട്ട് കാറിൽ വലിച്ച് കയറ്റുകയും അവിടെ നിന്ന് നേരെ അവന് പരിചയമില്ലാത്ത ഈരാറ്റിൽ എന്നുള്ള സ്ഥലത്താണ് കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഈ പുള്ളിയുടെ അണ്ടറിലുള്ള ഒരു ഹോളോബ്രിക്സ് കമ്പനിയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് എൻ്റെ അനിയനെ അവിടെ നിന്നാണ് മർദ്ദിക്കുന്നത്. അവിടെ ഈ കിറ്റാച്ചി തിരിച്ചിറക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവനെ മർദ്ദിക്കുന്നത്. CITU ഗുഡ്സ് ആൻഡ് കാരിയേഴ്സ് ജില്ലാ നേതാവായ ജാഫർ ജാതി അധിക്ഷേപം നടത്തി മർദ്ദിച്ചതായും പള്ളിക്കൽ പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതായും ആദിത്യന്റെ സഹോദരൻ പറയുന്നു. നിരന്തരമായുള്ള ഭീഷണിയും ജോലി നഷ്ടപ്പെട്ടതിലുള്ള വിഷമവും യുവാവിനെ അലട്ടിയിരുന്നു. 23-ാം തീയതി ജീവനൊടുക്കിയ ആദിത്യനരികിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. നന്നായിട്ട് അവനെ ഉപദ്രവിച്ചു. എന്നിട്ട് അവനെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവന് വേറൊരു അവസ്ഥയില്ലായിരുന്നു. അവൻ അത്രയ്ക്കും അവനെ ഉപദ്രവിച്ചു. വണ്ടിയിൽ വരുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത്. എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കട്ടോ എന്ന് ചോദിച്ചു. ഞാൻ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അവന് ശരീരം നല്ല വേദന ഉള്ളതുകൊണ്ടാണ് അവൻ നേരെ ഹോസ്പിറ്റലിൽ പോയി. പുറത്ത് വെച്ച് ഒരുപാട് പേര് അവനെ ഭീഷണിപ്പെടുത്തി, അവനെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞു. അവിടെ ഉള്ളൊരു ടൗണിലെ മെമ്പർ വരെ പുള്ളി അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ വൈകിട്ട് 23-ാം തീയതി വൈകിട്ട് ഞാൻ വരുമ്പോഴാണ് അങ്ങനെ എൻ്റെ അനിയൻ ഉണ്ടാകുന്നത്. എനിക്ക് ലെറ്ററിനകത്ത് കൃത്യമായിട്ടും ഈ ജാഫറിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജാഫറാണ് എൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിയെന്ന്. എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് തളർന്നു, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യുവാവിന്റെ വീട് പാരിപ്പള്ളി സ്റ്റേഷൻ പരിധിയിലായതിനാൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചെങ്കിലും അന്വേഷണം മന്ദഗതിയിലാണ്. ആദിത്യന്റെ മരണത്തിന് കാരണക്കാരായ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബബുൽ ദേവ് ആവശ്യപ്പെട്ടു. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ 21 വയസ്സുള്ള ആദിത്യൻ എന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്യുവാൻ കേരളത്തിലെ പോലീസിനും ഭരണകൂടത്തിനും സാധിച്ചിട്ടില്ല. സ്വന്തം ശാരീരികവും മാനസികവുമായ പീഡനം ഒരു ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്നും ഏറ്റിട്ട് നീതിക്ക് വേണ്ടിയിട്ട് പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയ ആദിത്യനും കുടുംബത്തിനും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കാതെ പോയ നീതിയുടെ അനന്തരഫലമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ആത്മഹത്യ. ശാരീരികവും മാനസികവുമായി മൃഗീയമായി ഉപദ്രവിച്ച ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് സ്റ്റേഷനിൽ വെച്ച് പോലും കൊലപാതക ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയും പട്ടികജാതി മോർച്ചയും രേഖപ്പെടുത്തുകയാണ്. 3 മക്കളിലൊരാളായ ആദിത്യൻ ജീവനൊടുക്കിയത് കുടുംബത്തെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. എത്രയും വേഗം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ജനം, കൊല്ലം.